മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം കാരണം വ്യാപകമായി മാരകരോഗങ്ങൾ തലപൊക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം ജൈവ കൃഷിയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പ്രോത്സാഹന പരിപാടികളും ആരംഭിച്ചത്. കേവലം വാക്പയറ്റിലും ചെറിയ ചെറിയ നീക്കങ്ങളിലും ജൈവകൃഷി ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഇവിടെ കുന്നമംഗലം മുറിയനാൽ മോളിസ്ഥാനിൽ AP സഫിയ എന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ തന്റെ വീട്ടുവളപ്പിൽ തന്നെ ജൈവത്തോട്ടം നിർമ്മിച്ച് മാതൃകയാവുന്നത്. പച്ചക്കറിയാണെങ്കിൽ നമുക്കിപ്പോ എന്ത് പീടിയെ പോയി വാങ്ങിക്കൊണ്ടുവരാൻ കിട്ടും. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നമുക്കൊരു താല്പര്യത്തോടു കൂടി നമുക്ക് കഴിക്കാം. നിത്യോപയോഗത്തിനാവശ്യമായ തക്കാളിയും പച്ചമുളകും വെണ്ടയും കാബേജും കോളിഫ്ലവറുമെല്ലാം സഫിയ മെമ്പറുടെ വീട്ടുവളപ്പിൽ സമൃദ്ധമായി വിളഞ്ഞ് തലയുയർത്തി നിൽക്കുന്നു. 30 കിലോ തൂക്കം വരുന്ന റോബസ്റ്റ ഇനത്തിൽപ്പെട്ട വാഴക്കുലയാണ് ഈ അടുത്ത ദിവസം സഫിയ തന്റെ തോട്ടത്തിൽ നിന്നും ജൈവ രീതിയിൽ വിളയിച്ചെടുത്തത്. പച്ചക്കറി കൃഷിയിൽ മാത്രമല്ല ഈ കയ്യൊപ്പ്. വീട്ടുവളപ്പിൽ തന്നെ സ്ഥാപിച്ച മുയൽ വളർത്തൽ യൂണിറ്റും കോഴി ഫാമും മെമ്പർക്ക് നൽകുന്നത് കേവലം മാനസികാനന്ദം മാത്രമല്ല. മാസം തോറും പെറ്റുപെരുകുന്ന മുയലുകൾ സാമ്പത്തിക സ്രോതസ്സിന്റെ അക്ഷയപാത്രമാണെന്ന് സഫിയ മെമ്പർ സാക്ഷ്യം പറയുന്നു. അത് വളർത്തി വെക്കുമ്പോ നമ്മള് നല്ല ഒരു പെട്ടെന്ന് ഒരു 4 മാസം ആയാലും പ്രസവിക്കും. പിന്നെ അടുത്തത് 1 മാസമാകുമ്പോൾ പിന്നെ എണ്ണ ചേർത്തി കൊടുക്കുക. അങ്ങനെ പിന്നെ നല്ല കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുക ഉള്ള ഒരു ഇതായി. അപ്പൊ ഞാൻ ചെറിയ തോതിൽ ആദ്യം തുടങ്ങി. പിന്നെ അതിനുശേഷം കൂട് വലുതാക്കി. അതോടൊപ്പം കൂടുകളിൽ അടച്ചിട്ട് വളർത്തുന്ന നാടൻ കോഴികൾ നൽകുന്നതും സാമ്പത്തികം തന്നെയാണ്. ദിവസേന ഉൽപ്പാദിപ്പിക്കുന്ന 100ഓളം കോഴിമുട്ടകളിൽ നിന്നും 600 രൂപ വരുമാനമുണ്ടെന്ന് സഫിയ പറയുന്നു. 100 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 650 റുപ്യ കടക്കാർ തരും. ഒരാത് 800 റുപ്യൊക്കെ ആണ് വിൽക്കുക. ഒരു 1.8 റുപ്യ തോതിൽ വെച്ചിട്ട് നാടൻ കോഴിമുട്ട ആയതുകൊണ്ട്. മുയലുകൾക്ക് വിപണി കണ്ടെത്താനുള്ള ശ്രമത്തിനാണിപ്പോൾ ഈ 1ാം വാർഡ് മെമ്പർ. പ്രമുഖ രാഷ്ട്രീയ സംഘടനയുടെ വനിതാ നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴും സമയമില്ലെന്ന കാരണം പറഞ്ഞ് കൃഷിയിൽ നിന്നും മാറി നിൽക്കാൻ സഫിയ തയ്യാറല്ല. ചെറിയൊരു സമയം കൃഷിക്കും മുയൽ കോഴി വളർത്തലിനും മാറ്റിവെക്കുമ്പോൾ അത് നൽകുന്നത് മാനസികോല്ലാസത്തിനൊപ്പം സാമ്പത്തിക സ്രോതസ്സുമാണെന്ന സത്യം സഫിയ മെമ്പർ ഓർമ്മിപ്പിക്കുന്നു. മോളിസ്ഥാനിലേക്ക് കയറുമ്പോൾ തന്നെ വേറെയുമുണ്ട് കാഴ്ചകൾ. വീടിന് മുമ്പിലെ വിശാലമായ പൂന്തോട്ടം, മീൻ വളർത്തൽ, അലങ്കാര മത്സ്യങ്ങൾ എന്നിങ്ങനെ ഈ മെമ്പർ സമയം സമർത്ഥമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ചിന്തിച്ചു തുടങ്ങാം. ചെറിയ ചെറിയ മുന്നേറ്റങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ. ഭരണസാരഥ്യത്തിൽ ഇടവേളകളില്ലാത്ത സമകാലീന ജീവിതത്തിൽ വീണ്ടും ജനസേവനത്തിനിറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് സഫിയ മെമ്പർ. വാക്കുകൾക്കുമപ്പുറം പ്രവൃത്തികളിൽ ആഹ്ലാദം കണ്ടെത്തുന്ന സഫിയ മെമ്പർ വ്യത്യസ്തയാവുന്നതും സമയത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഈ കാഴ്ചപ്പാടുകളിലൂടെയാണ്. സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ തേടി സമയം വരൂല. നമ്മുടെ സമയത്തിന് നമ്മൾ കണ്ടെത്തണം. അത് ഞാൻ എവിടുന്ന് പറയാറുണ്ട്. മുയലുകളെ ആവശ്യമുള്ളവർക്ക് 9774204926 എന്ന സഫിയ മെമ്പറുടെ ഫോണിലേക്ക് ഡയൽ ചെയ്യാം. ലാൽ കുന്നമംഗലം, സ്പൈഡർ ന്യൂസ്.